വിശദമായ വാർത്തയിലേക്ക്. ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന വിരുന്നിൽ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ബിഷപ്പുമാരായ അനിൽ കൂട്ടോ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, പോൾ സ്വരൂപ് തുടങ്ങി വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ജോയ് ആലുക്കാസ്, അഞ്ജു ബോബി ജോർജ് തുടങ്ങി കലാ, കായിക, സാംസ്കാരിക, വ്യവസായിക രംഗത്തു നിന്നുള്ളവരും വിരുന്നിനെത്തി. അതിഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വർഷം മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തുമെന്ന് അറിയിച്ചു. അതിനിടെ ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ എത്തി മതമേലധ്യക്ഷന്മാരെ കണ്ടു. Christians from all over the country have come over, that you have come and joined us in this celebration. പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ അതൊരു അൺഎക്സ്പെക്ടഡ് കോൾ ആയിരുന്നു. പക്ഷേ the way how he is communicating with everybody, how he is communicated with the Christian community is something great. And Merry Christmas to everyone. ഇല്ല, എനിക്കൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. സോ ഞാൻ നമ്മുടെ സ്പോർട്സിൽ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ്, എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, അതൊക്കെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. സാർ ചെയ്തു തന്നെയാണ്, പക്ഷെ ഒന്നും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഇതൊരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ് ക്രിസ്മസ് ഡേയിൽ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ലഞ്ചിന് ക്ഷണിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഓസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവ് മാർപ്പാപ്പ ഭാരതത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു സെക്കൻഡ് പാർട്ട് ഓഫ് 2024 ഓർ ദി ഫസ്റ്റ് പാർട്ട് ഓഫ് 25 തീർച്ചയായിട്ടും മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും വരും എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം ഒരു ഉറപ്പ് പറയുക തന്നെയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് സംസാരിച്ചത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഒരു പുതിയ സമീപനത്തിനും ഒരു പുതിയ ബന്ധത്തിനും ഇത് കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ചർച്ചയായിട്ടില്ല. ഒരു രാഷ്ട്രീയ വിഷയവും ചർച്ചാ വിഷയമായില്ല. എന്നാൽ വ്യക്തിബന്ധങ്ങള്, സമൂഹവുമായിട്ടുള്ളതായ ബന്ധത്തിന് കൂടുതൽ ആക്കം നൽകുന്ന ഒരു ഈവന്റ് ആയിരുന്നു ഇത്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രഖ്യാപനമൊന്നും നടത്തിയില്ല. എന്നാൽ പൊതുവെ വളരെ സ്നേഹനിർഭരമായ ഒരന്തരീക്ഷമാണ് ഈ മീറ്റിംഗില് ഉടനീളം ഉണ്ടായിരുന്നത്. കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു. और आपकी कम्युनिटी गरीबों और वंचितों की सेवा के लिए हमेशा आगे रहती है. एजुकेशन और हेल्थ केयर जैसे महत्वपूर्ण क्षेत्र में आज भी पूरे भारत में ईसाई समुदाय के संस्थान बहुत बड़ा योगदान दे रहे हैं. फ्रेंड्स, 2047 तक विकसित भारत बनाने का जो लक्ष्य है, इस लक्ष्य के साथ हम अपनी विकास यात्रा को तेज गति से आगे बढ़ा रहे हैं, लगातार कोशिश कर रहे हैं. इस विकास यात्रा में हमारे सबसे महत्वपूर्ण साथी अगर कोई हैं तो वो हमारे युवा है. निरंतर विकास के लिए ये बहुत आवश्यक है कि हमारे युवा फिजिकली, मेंटली और इमोशनली फिट और हेल्दी रहे. इस उद्देश्य से चलाए जा रहे कई अभियान जैसे फिट इंडिया, मिलेट्स का उपयोग, न्यूट्रिशन पर फोकस, मेंटल हेल्थ के प्रति जागरूकता और ड्रग्स के खिलाफ अभियान जन आंदोलन बन चुके हैं. मैं क्रिश्चियन कम्युनिटी के लीडर से, विशेषकर जो एजुकेशन और हेल्थ केयर इंस्टीट्यूशन से जुड़े हैं, उनसे आग्रह करूंगा कि वो इन विषयों के प्रति लोगों को और जागरूक बनाएं. साथियों, क्रिसमस पर गिफ्ट्स उपहार देने की परंपरा है. मुझे भी बहुत ही पवित्र तोहफा मिला अभी, और इसलिए इस अवसर पर हम ये विचार करें कि कैसे हम आने वाली पीढ़ियों को
एक बेटर प्लेनेट का उपहार दे सकते हैं। सस्टेनेबिलिटी आज के समय की जरूरत है। लिविंग ए सस्टेनेबल लाइफस्टाइल, ये मिशन लाइफ का सेंट्रल मैसेज है। एक ऐसा इंटरनेशनल मूवमेंट है जिसका नेतृत्व भारत कर रहा है। ये अभियान प्रो प्लेनेट पीपल को प्रो प्लेनेट लाइफस्टाइल अपनाने के लिए प्रेरित करता है। और भी संपत जी ने जो छोटी किताब में ग्रीन कलर लाने के लिए कहा है ना, उसका यही भी एक रास्ता है। और उदाहरण के लिए रीयूजिंग और रिसाइकलिंग, बायोडिग्रेडेबल मटेरियल्स का इस्तेमाल, मिलेट्स श्री अन्न को अपनाना, मिनिमल कार्बन फुटप्रिंट वाले उत्पादों को खरीदना, ऐसी कई चीजों को हम अपनी डेली लाइफ का हिस्सा बना सकते हैं और बड़ा बदलाव ला सकते हैं। और मैं मानता हूं क्रिश्चियन कम्युनिटी जो इतनी सोशली कॉन्शियस होती है, वो इस मिशन में प्रमुख भूमिका निभा सकती है, नेतृत्व कर सकती है। साथियों, एक विषय वोकल फॉर लोकल का भी है। जब हम स्थानीय उत्पादों को बढ़ावा देते हैं, जो हम भारत में बनी वस्तुओं के एम्बेसडर बनते हैं, तो ये भी तरह से देश सेवा ही है। वोकल फॉर लोकल के मंत्र की सफलता से देश के लाखों लाख छोटे उद्यमियों को उनका रोजगार जुड़ा है, स्वरोजगार जुड़ा है। और इसलिए मैं क्रिश्चियन कम्युनिटी के लोकल के लिए और वोकल बनने के लिए आप सबका मार्गदर्शन उनको मिलता रहे, ये मैं जरूर आग्रह करूंगा। साथियों, एक बार फिर हम कामना करते हैं कि फेस्टिव सीजन हम एक राष्ट्र के रूप में और मजबूत करें, सभी देशवासियों को और करीब लाएं। ये त्योहार हमारी डायवर्सिटी में हमें एकजुट रखने वाली बॉन्डिंग को मजबूत करें। आप सबको मेरी तरफ से फिर से बहुत बहुत शुभकामनाएं हैं। और आप सब समय निकाल करके आए और आप मुंबई से स्पेशली उस आयु में भी दौड़ करके आए। वैसे मुझे आप में से कईयों के निरंतर आशीर्वाद मिलते रहते हैं, मुलाकात, मार्गदर्शन मिलता रहता है, लेकिन आज सबको एक साथ मिलने का मौका मिला। मैं फिर एक बार आपका धन्यवाद करता हूं। मैं इन बच्चों का विशेष रूप से आभार व्यक्त करता हूं कि उन्होंने आज के हमारे इस पर्व को अपने स्वर से, अपनी भावनाओं से और मजबूत बनाया है। इन बच्चों को मेरा बहुत बहुत आशीर्वाद, धन्यवाद। പ്രധാനമന്ത്രി നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത അതിഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചു. എന്തായാലും മതമേലധ്യക്ഷന്മാരടക്കം പങ്കെടുത്ത ഒരു ക്രിസ്മസ് വിരുന്നാണ് പ്രധാനമന്ത്രി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഈ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തു. ജോയ ലൂക്കാസ്, അഞ്ജു ബോബി ജോർജ്, കലാകായിക സാംസ്കാരിക വ്യവസായ രംഗത്തുള്ളവർ തുടങ്ങിയവരൊക്കെ വിരുന്നിനെത്തിയിരുന്നു. എം ജി മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, വളരെ നിർണായകമായ നീക്കം കേന്ദ്ര സർക്കാരിന്റെ. ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനുള്ള വളരെ രാഷ്ട്രീയപരമായ ഒരു നീക്കം അതല്ലേ ക്രിസ്മസിന് ഇപ്പോൾ ബിജെപി നടത്തുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം നേരത്തെ അതിഥികളെ അഭിസംബോധന ചെയ്തപ്പോൾ സംസാരിച്ചത്? അശ്വതി, തീർച്ചയായും. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു നിർണായക നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെച്ചിരുന്നത്. അത് കൃത്യമായി പാലിക്കാൻ അവർക്ക് സാധിച്ചു എന്നത് തന്നെയാണ് നമുക്കിതിലൂടെ വ്യക്തമാവുകയും ചെയ്തത്. ഈ സഭാ മേലധ്യക്ഷന്മാരെ പുറമെ മറ്റ് മേഖലകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളും ഈ വിരുന്നിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ്. അതിൽ പക്ഷേ ഈ രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ, അതായത് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായില്ല എന്ന് പറയുമ്പോൾ പോലും തന്നെ അക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ അതിൽ നിന്ന് ഈ ഒരു ഇത്തരത്തിൽ ആദ്യമായ ഒരു പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ പ്രധാനമായും മണിപ്പൂർ വിഷയങ്ങൾ
അടക്കമുള്ളവ ചർച്ച ചെയ്യുക, ഒപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഒപ്പം കൂട്ടുക എന്ന ലക്ഷ്യം തന്നെയാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നത്. അത് ഒരു പരിധിവരെ ഈ ഒരു ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് എടുത്തു പറയാൻ. അതിലാണ് ഏറ്റവും പ്രധാനമായും മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുമെന്നുള്ള പ്രഖ്യാപനം, അത്തരത്തിലൊരു ഉറപ്പ് പ്രധാനമന്ത്രി നൽകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടെയുള്ളവർ, അതായത് കേരളത്തിൽ വരെ മാർപ്പാപ്പ സന്ദർശനം നടത്തുമെന്നുള്ള ഉറപ്പ് പ്രധാനമന്ത്രി ഈ വിരുന്നിൽ ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് വിഷയങ്ങളൊന്നും തന്നെ പക്ഷെ ചർച്ചയായില്ല എന്നാണ് അഞ്ജു ബേബി ജോർജ് ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങിയതിനു ശേഷം ഈ സഭാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്തത്. ഏതായാലും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങിയ ഒരു അത്താഴ വിരുന്ന്. മുൻപൊന്നും തന്നെ ഇത്തരത്തിൽ മുൻകാലങ്ങളിലൊക്കെ തന്നെ ക്രിസ്മസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഈസ്റ്ററിലും, അതായത് ഈ ഒരു മണിപ്പൂർ വിഷയം കൂടുതൽ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഈസ്റ്റർ ദിനത്തിൽ ഡൽഹിയിലെ സേക്രഡ് ചർച്ചിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. ഇന്ന് ഈ ഒരു സഭാ മേലധ്യക്ഷന്മാരുടെ വിരുന്ന് നടക്കുന്ന വേളയിൽ കൂടി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അവിടെ എത്തി അവിടുത്തെ ബിഷപ്പിനെ സന്ദർശിക്കുകയും ചെയ്തു, കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ മാർപ്പാപ്പ എത്തുന്നു എന്നുള്ള ഉറപ്പ് പ്രധാനമന്ത്രി നൽകുന്നതിൽ ഇപ്പോൾ സ്നേഹ സന്ദേശ യാത്ര ഉൾപ്പെടെ ഉള്ള പരിപാടികൾ ഈ ഒരു BJP സംസ്ഥാനത്തുടനീളം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടി കേരളത്തിൽ മാർപ്പാപ്പ എത്തുന്നതിലൂടെ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ ദേശീയ നേതൃത്വത്തിനുണ്ട്. കൂടാതെ തന്നെ ഇവിടെ നിന്ന് നമുക്കറിയാം പാമ്പളാനി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് റബ്ബറിന് കൃത്യമായ രീതിയിൽ താങ്ങുവില നൽകുക എന്നുള്ള ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നിരന്തരം കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ എന്തായാലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. അത്തരത്തിൽ ഒരു താങ്ങുവില രൂപപ്പെടുത്തിയാൽ തങ്ങളുടെ പിന്തുണ അത് BJPക്ക് ആയിരിക്കുമെന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു എന്ന് പാമ്പളാനി അടക്കമുള്ള ബിഷപ്പ്മാർ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും അക്കാര്യത്തിലൊക്കെ ഒരു നിർണായക തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു വിരുന്നാണ് സംഘടിപ്പിച്ചെങ്കിൽ പോലും തന്നെ ഒരു സഭ മേലധ്യക്ഷന്മാരുടെ ഒരു കൂടിക്കാഴ്ച എന്ന് വേണം തന്നെ ഈ ഒരു വിരുന്നിന് നമുക്ക് കണക്കാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഏതായാലും മറ്റു വിഷയങ്ങൾ ചർച്ചയായില്ല എങ്കിൽ പോലും തന്നെ ഇതൊരു കൂടുതൽ ആക്കം അല്ലെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് BJP ദേശീയ നേതൃത്വവും പ്രധാനമന്ത്രിയും കണക്കുകൂട്ടുന്നത്. ശരി, MG മിഥുനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുപ്പിറവിയുടെ ഓർമ്മകളിൽ യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷത്തിലാണ് ലോകം. സഹനത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചു പറയലാണ് ഈ ദിനം. വീട്ടുനക്ഷത്രങ്ങൾ വിശ്രമിക്കുന്നു, കരോൾ ഗാനം നേർത്തലിയുന്നു, തിരുപ്പിറവിയുടെ രാവ് മാഞ്ഞു. പക്ഷേ പുൽക്കൂടുകൾ എപ്പോഴും പൂത്തുനിൽപ്പാണ്. കാരണം ആഘോഷത്തിന്റെ പകലാണിത്. ത്യാഗത്തിന്റെ സന്ദേശം അടിവരയിട്ട് അടയാളപ്പെടുത്തുന്നു നമ്മൾ. വിശുദ്ധ ക്രിസ്മസ് ദിനം. സ്നേഹത്തിന്റെ കാഹളം, സഹനത്തിന്റെ വിളംബരം, നിറഞ്ഞു പരന്നൊഴുകുന്നുണ്ട് സമാധാനം. സമ്മാനം പൊതിഞ്ഞ വർണ്ണക്കടലാസുകൾ ബാക്കിയായ ചുവന്ന കൂടയും തോളിലിട്ട് നോക്കി നിൽക്കുന്നുണ്ടാകും സാന്താക്ലോസ്. Dashing through the snow on a one-horse open sleigh, over fields we go, laughing all the way. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Hey. ഇന്ന് ഒത്തുചേരലാണ്, പങ്കുവയ്ക്കലാണ് പ്രധാനം. വരൂ ആഘോഷിക്കാം. ഏവർക്കും ന്യൂസ് 18 ക്രിസ്മസ് ആശംസകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ വേദന പങ്കുവച്ചായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം. യേശു ജനിച്ച മണ്ണിൽ യേശുവിന്റെ സമാധാന സന്ദേശം മുങ്ങിപ്പോകുകയാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പാതിര കുർബാന നടന്നു. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ലോകം. ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ഒത്തുചേർന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇസ്രായേൽ ഹമാസ് യുദ്ധം പരാമർശിച്ചായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം. യേശു ജനിച്ച മണ്ണിൽ യേശുവിന്റെ സമാധാന സന്ദേശം മുങ്ങിപ്പോവുകയാണ്. യുദ്ധത്തിന്റെ ഇരകൾക്കായി പ്രാർത്ഥിക്കുന്നതായും ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു. Sulla terra pace agli uomini. Il nostro cuore stasera è a Betlemme, dove ancora il principe della pace viene refutato dalla logica perdente della guerra. സുവിശേഷ വായനയ്ക്ക് ശേഷം തിരുപ്പിറവി അറിയിച്ച് പള്ളിമണികൾ മുഴങ്ങി. പദവി ഏറ്റെടുത്ത ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 11ാമത് ക്രിസ്മസ് സന്ദേശമായിരുന്നു ഇത്തവണത്തേത്. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പാതിരാ കുർബാന നടന്നു. സിറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ നടന്ന തിരുപ്പിറവി കുർബാനയ്ക്ക് സഭാ അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. ഓർത്തഡോക്സ് സഭാ ആസ്ഥാനമായ ദേവലോകം അരമനയിൽ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ഭാവയുടെ നേതൃത്വത്തിലായിരുന്നു ക്രിസ്മസ് ശുശ്രൂഷ. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പാതിരാ കുർബാന അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ക്രിസ്മസിന് ഇത്തവണയും ബെവ്കോയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. ഡിസംബർ 22 മുതൽ 24 വരെയുള്ള 3 ദിവസം കൊണ്ട് ബെവ്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റത് 154,77 ലക്ഷം രൂപയുടെ മദ്യമാണ്. ഇന്നലെ മാത്രം 70,73 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പന നടന്നു. ക്രിസ്മസ് തലേന്ന് റെക്കോർഡ് വിൽപ്പന ചാലക്കുടിയിലാണ്. 63.85 ലക്ഷം രൂപയുടെ മദ്യമാണ് ചാലക്കുടിയിൽ വിറ്റത്. വിൽപ്പനയിൽ രണ്ടാമത് ചങ്ങനാശ്ശേരിയും ഇരിങ്ങാലക്കുട മൂന്നാമതുമാണ്. ഇടവേള. ആരോഗ്യകരമായി ഇന്ന് ഒത്തുചേരലാണ്, പങ്കുവയ്ക്കലാണ് പ്രധാനം. വരൂ ആഘോഷിക്കാം.
ഏവർക്കും ന്യൂസ് 18-ന്റെ ക്രിസ്മസ് ആശംസകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പാതിര കുർബാന നടന്നു. സിറോ മലബാർ സഭാ ആസ്ഥാനമായ മൌണ്ട് സെയിന്റ് തോമസിൽ നടന്ന തിരുപ്പിറവിക്ക് കുർബാനയ്ക്ക് സഭാ അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. എറണാകുളം സെയിന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. ഓർത്തഡോക്സ് സഭാ ആസ്ഥാനമായ ദേവലോകം അരമനയിൽ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലായിരുന്നു ക്രിസ്തുമസ് ശുശ്രൂഷ. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെനറ്റോ പാതിര കുർബാന അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്ന് ക്രിസ്മസ് വിരുന്ന്. മതമേലധ്യക്ഷന്മാർക്കും ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾക്കുമായാണ് ക്രിസ്മസ് വിരുന്ന്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് വിരുന്നൊരുക്കുന്നത്. വിരുന്നിൽ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കും. തിരുപ്പിറവിയുടെ സ്മരണയിൽ സ്നേഹക്കൂട്ടായ്മയിലൂടെ ഒരു ക്രിസ്തുഗീതം. ബിജെപി നേതാവ് കൂടിയായ CG രാജഗോപാലാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. KCBC മീഡിയ ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ തിരക്ക്. ക്യൂ നീലിമല വരെ നീണ്ടു. തിരക്ക് നിയന്ത്രിക്കാൻ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പാതയിൽ നിയന്ത്രണമുണ്ട്. മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് ഉണ്ടായത്. പോലീസിന്റെ കണക്കിൽ 1,969,000 തീർത്ഥാടകരാണ് ഇന്നലെ 18-ാം പടി കയറിയത്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്കയങ്കി നാളെ സന്നിധാനത്തെത്തും. ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് വിവിധയിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പോലീസ്. കോട്ടയം വൈക്കത്തും പാലാ പൊൻകുന്നം റോഡിലും പത്തനംതിട്ടയിലും കോന്നിയിലും നിയന്ത്രണം ഏർപ്പെടുത്തി. പലയിടങ്ങളിലും അയ്യപ്പന്മാരുടെ പ്രതിഷേധമുണ്ടായി. ശശിനാരായണന്റെ റിപ്പോർട്ട്. ശബരിമല ഭക്തർക്ക് അടിയന്തരമായി സൌകര്യങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി. കോട്ടയം, പാലാ, പൊൻകുന്നം അടക്കമുള്ള സ്ഥലങ്ങളിൽ തടഞ്ഞുവച്ചിരിക്കുന്ന ഭക്തർക്ക് അടിയന്തരമായി സൌകര്യങ്ങൾ ഒരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. അവധി ദിനത്തിൽ ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച് സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത സ്ഥിതിയുണ്ട്. ഇക്കാര്യങ്ങൾ പരിഹരിക്കണം. ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇടപെടണം. യാതൊരു ബുക്കിംഗും ഇല്ലാതെ എത്തുന്നവരെ കടത്തിവിടുന്ന കാര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ വേണം. പൊൻകുന്നത്ത് സൌകര്യങ്ങളില്ലെന്ന പരാതികൾക്കിടയിലാണ് അവധി ദിവസം ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തിയത്. നവകേരള സദസ്സിൽ സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം. ക്രമസമാധാന പാലനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും. സിവിൽ പോലീസ് ഓഫീസർ മുതൽ IG വരെയുള്ളവർക്കാണ് ഗുഡ് സർവീസ് എൻട്രി. ക്രമസമാധാന വിഭാഗം ADGPയുടേതാണ് നടപടി. നവകേരള യാത്ര പോലീസിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ യാത്ര എന്നതിനപ്പുറത്തേക്ക് ചലിക്കുന്ന ക്യാബിനറ്റ് തന്നെയായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര സഞ്ചരിച്ചെത്തുമ്പോൾ ഒരു അനിഷ്ട സംഭവവും ഉണ്ടാകാതെ യാത്രയെ സംരക്ഷിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമ, ആ ഉത്തരവാദിത്വം കേരള പോലീസ് വിജയകരമായി നിറവേറ്റി എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മികച്ച സേവനം കാഴ്ചവെച്ചവർക്ക് GST നൽകാനുള്ള ഉന്നതതല തീരുമാനം. അതേസമയം പോലീസ് നടപടികൾ വ്യാപകമായി വിമർശനത്തിന് ഇടയാകുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ലോക്കൽ പോലീസ് പിടിച്ചുമാറ്റിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും തല്ലിച്ചതച്ചത്, പോലീസ് കേസെടുക്കാത്ത സംഭവത്തിൽ
കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒടുവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കേണ്ടി വന്നു. മുഖ്യമന്ത്രിയാകട്ടെ ആവർത്തിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു സംഭവം താൻ കണ്ടിട്ടില്ല എന്നതാണ്. വളരെ വിചിത്രമായ ഒരു വാദമായിരുന്നു മുഖ്യമന്ത്രിയുടേത്. മറ്റൊന്ന്, DGP ഓഫീസിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയറായ പ്രതിപക്ഷ നേതാക്കൾ അവരുടെ പ്രതിഷേധ പരിപാടി നടത്തുമ്പോൾ പ്രസംഗത്തിനിടെ തന്നെ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. ഒരു തവണയല്ല, പിന്നീട് കണ്ണീർ വാതകവും ജലപീരങ്കിയും ഉൾപ്പെടെ നേതാക്കൾക്ക് നേരെ പോലീസ് പ്രയോഗമായി വന്നു. അവിടെ ശ്വാസതടസ്സം ഉൾപ്പെടെ അനുഭവപ്പെട്ട നേതാക്കൾ കിട്ടിയ വാഹനങ്ങളിലാണ് ആശുപത്രികളിലേക്ക് പോയത്. ഒടുവിൽ KPCC പ്രസിഡന്റ് കെ സുധാകരന് മുഖ്യമന്ത്രി സൈക്കോപാത്താണെന്ന് വരെ പറയേണ്ടി വന്നു. എന്നിരുന്നാൽ തന്നെയും പോലീസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ യാത്ര എത്തിയതോടുകൂടി പ്രതിപക്ഷ സംഘടനകളുടെ സമരവീര്യം കൂടുകയായിരുന്നു. അവിടെ വിവിധ പാർട്ടി പ്രവർത്തകർ തെരുവ് യുദ്ധം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയി. അവിടെയെല്ലാം പോലീസ് നേരിട്ടത് വലിയ വെല്ലുവിളിയാണ്. ആത്യന്തികമായി നോക്കുമ്പോൾ ഈ നവകേരള വാഹന വ്യൂഹത്തെ വളരെ സുരക്ഷിതമായി തിരുവനന്തപുരത്ത് എത്തിക്കാൻ പോലീസിന് സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച ഉദ്യോഗസ്ഥർക്ക് അംഗീകാരം നൽകാനാണ് ഉന്നതതല തീരുമാനം. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. നവകേരള സദസ്സിനെ വിമർശിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി, ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ കരിങ്കൊടി പ്രതിഷേധമുയരുന്നത് സ്വാഭാവികമാണ്. രക്ഷാപ്രവർത്തനം എന്ന പരാമർശം അപക്വമാണെന്നും മുഖ്യമന്ത്രി കുറച്ചുകൂടെ പക്വത കാണിച്ചിരുന്നെങ്കിൽ തെരുവുകളിൽ ചോര വീഴില്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരികൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നും ആന്റണി പറഞ്ഞു. കേരളീയത്തിന്റെ സ്പോൺസർമാരെ കുറിച്ച് സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നു. സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന ലോട്ടറി ഡയറക്ടർ എബ്രഹാം റെനിനും സ്പോൺസർമാരെ കുറിച്ച് അറിയില്ലെന്ന വിവരാവകാശ മറുപടി. ലോട്ടറി ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് വിവരം ലഭിക്കുമെന്നായിരുന്നു നേരത്തെ ടൂറിസം ഡയറക്ടർ പറഞ്ഞത്. കേരളീയത്തിന്റെ സ്പോൺസർമാരെ കുറിച്ചുള്ള വിവരാവകാശ ചോദ്യത്തിന് മറുപടി പറയാതെ സർക്കാർ വകുപ്പുകൾ തട്ടിക്കളിക്കുകയാണ്. ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് മറുപടിക്കായി അലയുകയാണ് വിവരാവകാശ അപേക്ഷകർ. സ്പോൺസർമാരുടെ വിവരം സ്പോൺസർഷിപ്പ് കമ്മിറ്റി കൺവീനർ കൂടിയായ ലോട്ടറി ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നായിരുന്നു ടൂറിസം ഡയറക്ടറുടെ മറുപടി. ഇപ്പോൾ സ്പോൺസർഷിപ്പ് കമ്മിറ്റി കൺവീനറും കൈമലർത്തി. അപേക്ഷ PRDക്ക് കൈമാറിയാണ് ലോട്ടറി ഡയറക്ടർ തടി തപ്പിയത്. 27 കോടി രൂപയാണ് കേരളീയത്തിന്റെ നടത്തിപ്പിനായി സർക്കാർ ഖജനാവിൽ നിന്ന് അനുവദിച്ചത്. ബാക്കി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുകയായിരുന്നു. ഇത് എത്ര തുകയാണ് എന്നോ ആരാണ് സ്പോൺസർമാരെന്നോ ഇതുവരെ സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പോൺസർഷിപ്പും ചെലവുകളും സംബന്ധിച്ച ദുരൂഹത വർദ്ധിക്കുകയാണ്. കേരളീയത്തിന്റെ ജനറൽ കൺവീനറായിരുന്ന ചീഫ് സെക്രട്ടറിയും സാംസ്കാരികം, വ്യവസായം, ധനം, GST കമ്മീഷണറേറ്റ് വകുപ്പുകളും വിവരാവകാശ അപേക്ഷയ്ക്ക് ഇതുവരെ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ന്യൂസ് 18, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ, വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3503 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട്